ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗിന് ന്യൂസിലൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ്. ജൂലൈ 1, 2024 ഇങ്ങനൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. പഴയ പോലെ ന്യൂസിലൻഡിലേക്ക് നഴ്സസിന് രജിസ്ട്രേഷൻ ഈസി ആയിരിക്കുകയില്ല, കുറച്ച് ആകാൻ പോവുകയാണ് ആ പ്രോസസ്സ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, അപ്പോൾ ഈ സെൽഫ് അസസ്മെൻറ്റ് ചെക്ക് ടൂൾ എന്ന് പറഞ്ഞൊരു ലിങ്ക് ന്യൂസിലൻഡിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നമ്മൾ പ്ലേ അറൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഓപ്ഷൻസ് ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. നഴ്സിംഗ് പ്രോഗ്രാം നിങ്ങൾ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ എവിടെയെങ്കിലും പഠിക്കുകയും അതിനുശേഷം 1800 മണിക്കൂറിന് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ന്യൂസിലൻഡിലേക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ പോസിബിളാണ്. അതായത് തിയറി എക്സാമും ഓസ്കി എന്ന് പറഞ്ഞ എക്സാമും, അതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്. ഈ 2 എക്സാമും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടും. ഏതൊക്കെയാണ് ആ 5 കൺട്രീസ് നോക്കാം. USA, UK, അയർലൻഡ്, സിംഗപ്പൂർ, കാനഡ. കാനഡയിലെ 2 പ്രൊവിൻസുകളാണുള്ളത്. ഏറ്റവും വലിയ പ്രൊവിൻസുകൾ എന്ന് പറയുന്നത് ഒണ്ടാരിയോ ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ. ഈ 2 പ്രൊവിൻസുകളാണ്. അപ്പോൾ ഈ 5 പേരുകൾ മറക്കാതിരിക്കുക. അപ്പോൾ ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ മാസ്റ്റേഴ്സോ ബാച്ചിലർ ഓഫ് നഴ്സിംഗോ പഠിക്കുകയും അതുവഴി അവിടുത്തെ രജിസ്ട്രേഷൻ നേടുകയും അതിനുശേഷം 1800 മണിക്കൂറിന് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യുകയും ചെയ്താൽ then it is easy. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് എനി എക്സാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ 1800 മണിക്കൂറിന് വർക്ക് എക്സ്പീരിയൻസ് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഓസ്കി എക്സാമും തിയറി എക്സാമും കൊടുക്കേണ്ടി വരും. അതായത് ഈ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ എവിടെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ 1800 മണിക്കൂറിന് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ രജിസ്ട്രേഷനായിട്ട് ഈ 2 എക്സാം കടമ്പകൾ കഴിഞ്ഞാലേ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷൻ, ഇതാണ് ഏറ്റവും ഫേവറബിൾ ഓപ്ഷൻ, എല്ലാവരും ചെയ്യുന്നൊരു ഓപ്ഷൻ അല്ലേ. നാട്ടിൽ തന്നെ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവർ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്തു ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ അവരുടെ കേസ് എന്താണ്? അവർക്കും ഓസ്കി എക്സാമും നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി എക്സാമും ക്ലിയർ ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ ന്യൂസിലൻഡിൽ ലഭിക്കുകയുള്ളൂ. ഇനി നാലാമത്തെ ഓപ്ഷൻ, നാട്ടിൽ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഈ 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എടുത്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഓപ്ഷൻ? അങ്ങനെയുള്ളവർക്ക് 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഓസ്കിയും NCLEX ഈ പറഞ്ഞ തിയറി എക്സാമും ക്ലിയർ ചെയ്തിട്ട് വേണം രജിസ്ട്രേഷൻ എടുക്കാൻ. അപ്പോൾ എന്തായാലും വർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് ന്യൂസിലൻഡിൻ്റെ കേസിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലാണ് പഠിച്ചതെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്, നേരിട്ട് കയറി വരാൻ പറ്റത്തില്ല. വേറാസ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും, ഈ 5 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, ഇവിടെ എവിടെയെങ്കിലുമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പഠിച്ചതിന് ശേഷം 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് NCLEX ഓസ്കിയും എഴുതി ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാം. ഇനി 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ പോസിബിളാണ്. ഇതാണ് ന്യൂസിലൻഡിൻ്റെ പുതിയൊരു റൂൾ ചേഞ്ച് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയെക്കാളും കുറച്ചുകൂടെ ടഫാണെന്ന് പറയാം. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ 1800 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് പറയുന്നില്ല, 450 അവേഴ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസേ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ കുറച്ചുകൂടി ഈസിയാണ് ന്യൂസിലൻഡിനേക്കാളും എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെ ന്യൂസിലൻഡ് മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. ന്യൂസിലൻഡിൽ ഇപ്പോൾ നഴ്സസിന് ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയാണ്. എൻ്റെ പല കൂട്ടുകാരും ന്യൂസിലൻഡിൽ നേഴ്സസായിട്ട് ബ്രിഡ്ജിങ് പ്രോഗ്രാമിനൊക്കെ ശേഷം ജോലി അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടാതെ ഓസ്ട്രേലിയയിൽ എന്നാൽ ജോലി കിട്ടിയ ഒരവസ്ഥയും അറിയാം. അപ്പോൾ ന്യൂസിലൻഡിൽ ജോബ് കിട്ടാൻ ഒരു പാടാണ്. അതുപോലെ നമ്മുടെ വ്ളോഗുകളൊക്കെ കാണുമ്പോഴും കാണാം അവിടുത്തെ നഴ്സുമാരുടെ വീഡിയോസിലൊക്കെ അവർ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. ചിലർ നാട്ടിൽ ബ്രിഡ്ജിങ് പ്രോഗ്രാമിന് ശേഷം നാട്ടിൽ പോയവരുടെ കേസും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ആക്ച്വലി ഒരു സൊല്യൂഷനാണ്. ആ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഒന്ന് ശകലം കുറയും ഈ സ്റ്റാൻഡേർഡ് കൂട്ടുന്നത് വഴി. അപ്പോൾ രജിസ്റ്റേർഡ് നഴ്സുമാർ വരുന്നതിൻ്റെ ആ എണ്ണം കുറയുന്നത് വഴി ന്യൂസിലൻഡിൽ ആക്ച്വലി ജോബ് മാർക്കറ്റ് ഒന്നുകൂടെ കോമ്പറ്റീഷൻ കുറയും. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ജോബ് കിട്ടും കൂടുതലായിട്ടും. അപ്പോൾ ഈ ന്യൂസിലൻഡ് പ്രോസസ്സ് ടഫാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയ പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയാണ്. അപ്പം പണ്ട് ന്യൂസിലൻഡ് ഇപ്പം ഈ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ ജോലി ചെയ്തവർ ന്യൂസിലൻഡിലേക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ട് ന്യൂസിലൻഡിലേക്ക് കാലുകുത്താതെ നേരെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ സ്വന്തമാക്കാവുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ട്രാൻസ് ടാസ്മാൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് വഴി ന്യൂസിലൻഡിൽ രജിസ്റ്റേർഡ് നേഴ്സായവർക്ക് ഓസ്ട്രേലിയയിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ലൂപ്പ് ഹോൾ വഴി ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലൂപ്പ് ഹോളും ഇപ്പോൾ സ്റ്റക്കായി പോവാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ NCLEX
ഓസ്കി എന്ന് പറഞ്ഞ എക്സാം ഇത് രണ്ടും ക്ലിയർ ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റും ക്ലിയർ ചെയ്യണം. നാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നവർ ഈ 3 എക്സാം ക്ലിയർ ചെയ്താൽ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രീം എ കാൻഡിഡേറ്റായിട്ട് മാറി ഓസ്ട്രേലിയയിലേക്ക് 450 മണിക്കൂറിൻ്റെ ചില കേസുകളിൽ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെടാം. ചിലരുടെ കോഴ്സിൽ ഈ 450 മണിക്കൂറിൻ്റെ പ്ലേസ്മെൻറ്റ് ഓൾറെഡി കവേർഡ് ആയതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിൽ പോസിബിളാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റും കൂടി മനസ്സിലാക്കുക. കാരണം ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്ന പലരും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നത് പോലും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുള്ളത് മാർക്കറ്റിന് നല്ലതായിരിക്കാം പക്ഷേ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പം എസ്പെഷ്യലി ഈ 5 കൺട്രീസിൽ ഇത് മനസ്സിൽ വിചാരിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കിയിരുന്നവർക്ക് ആ വർക്ക് എക്സ്പീരിയൻസിന് ശേഷം വെക്കാം, അന്ന് പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചവർക്ക് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ജൂലൈ 1 മുന്നായിട്ട് നിങ്ങൾ സൈറ്റിൽ CGFNS ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു അസസ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നവർക്ക് ഈ റൂള് ബാധകമല്ല. അപ്പോൾ ജൂലൈ 1 മുന്നേ ഫീസ് അടച്ച് നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഈ 1800 ഈ പറഞ്ഞ ഓസ്കിയും NCLEX-Rനും മാൻഡേറ്ററി അല്ല. അവർ 1800 മണിക്കൂർ തികഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരെ രജിസ്ട്രേഷൻ പോസിബിളാണ് വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ നേഴ്സ് സുഹൃത്തുക്കൾക്കും. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. കൂടുതലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും ഇതുപോലെ മേജർ അപ്ഡേറ്റ്സ് വരുമ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവിൽ കാണുന്നവരേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.